അമേരിക്ക കൈമാറിയ 15 വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയ ഇറാൻ സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് 5 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ അവകാശപ്പെട്ടതാണെന്ന് ആഗോള സമൂഹം നിയമപരമായി അംഗീകരിക്കണമെന്നതുൾപ്പെടെയാണ് 5 നിർദ്ദേശം. ഇറാനുമായുള്ള ചർച്ചയിൽ തങ്ങൾക്കും പങ്കാളിത്തം വേണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ. ഇറാനിൽ വൻ സൈനിക നേട്ടം ഉറപ്പാക്കാൻ കഴിഞ്ഞതായി ട്രംപ് അവകാശപ്പെട്ടു. ഇറാനുമായുള്ള യുദ്ധവിരാമ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ അവകാശവാദവും ഇറാൻ തള്ളി. അമേരിക്കയുമായി പ്രത്യക്ഷ പരോക്ഷ ചർച്ചയില്ലെന്ന ഇറാൻ നിലപാട് കടുപ്പിച്ചു. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. എന്നാൽ നയതന്ത്ര നീക്കം ശക്തമാക്കി തുർക്കി, ഈജിപ്ത്, ഒമാൻ രാജ്യങ്ങൾ രംഗത്തുണ്ട്. US സൈനിക വിന്യാസം ഉൾപ്പെടെ എല്ലാം നിരീക്ഷിച്ചു വരുന്നതായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ബെൻഗൂറിയോൺ വിമാനത്താവളം പൂർണ്ണമായി പ്രവർത്തനം നിർത്തി. 26-ാം ദിവസത്തിലും സംഘർഷം ശക്തമായി തന്നെ തുടരുകയാണ്. പക്ഷേ അതേസമയം ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഒരു യുദ്ധവിരാമത്തിനുള്ള തിരക്കിട്ട നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് 15 നിർദ്ദേശങ്ങൾ അമേരിക്ക പാകിസ്ഥാൻ മുഖേന ഇറാനെ അറിയിച്ചത്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ ഒട്ടും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന ഒരു സന്ദേശമാണ് ഔദ്യോഗിക സ്വഭാവത്തിലല്ലെങ്കിൽ പോലും ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നത്. തികച്ചും യഥാർത്ഥവും അതോടൊപ്പം തന്നെ യുക്തിരഹിതവുമാണ് ഈ 15 നിർദ്ദേശങ്ങളെന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നു. കാരണം ഇതിൽ പ്രധാനമായിട്ടും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി 5 വർഷത്തേക്ക് നിർത്തിവെക്കണം, അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറയ്ക്കണം എന്നതുൾപ്പെടെ നേരത്തെ ഇറാൻ തള്ളിയ അതേ കാര്യങ്ങൾ തന്നെയാണ് 15 നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് തള്ളിയ ഇറാൻ ഇന്ന് വൈകിട്ട് 5 ഉപാധികളാണ് ഇപ്പോൾ ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ അമേരിക്കക്ക് കൈമാറിയിരിക്കുന്നത്. ആ ഉപാധികളിൽ ഏറ്റവും പ്രധാനമെന്നത് സമഗ്ര സ്വഭാവത്തിൽ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അത് ഇറാനിനെതിരായിട്ടുള്ള യുദ്ധം മാത്രമല്ല, തങ്ങളുടെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധവും പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. മാത്രമല്ല, ഈ യുദ്ധത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾക്ക് പൂർണ്ണമായ തോതിലുള്ള ഒരു നഷ്ടപരിഹാരം അമേരിക്ക ലഭ്യമാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, ഭാവിയിൽ ഒരു നിലക്കും ഇറാനെതിരായിട്ടുള്ള ആക്രമണം ഉണ്ടാകില്ല എന്ന് രേഖാമൂലം തന്നെ ഉറപ്പ് നൽകേണ്ടതുണ്ട്. ഇതിനൊക്കെ പുറത്താണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ അധികാരം, പരമാധികാരം ഇറാന് മാത്രമായിരിക്കുമെന്ന് അന്തർദേശീയ തലത്തിൽ തന്നെ ഒരു അംഗീകാരം നൽകണം എന്നതുൾപ്പെടെയുള്ള ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള 5 ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും തങ്ങളുടെ ഈ 15 നിർദ്ദേശങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം രാത്രി തന്നെ കൈമാറാമെന്ന് ഇറാൻ പാകിസ്ഥാനെ അറിയിച്ചതായിട്ടാണ് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. എന്തായാലും പ്രായോഗിക തലത്തിൽ ഈ ചർച്ചയ്ക്കുള്ള ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കാളിത്തം ഇറാൻ പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ്. കാരണം ഒരു നിലയ്ക്കുള്ള ചർച്ചയും അമേരിക്കയുമായി നടന്നിട്ടില്ല. അത്തരമൊരു ചർച്ച നടത്താൻ ഇറാനിലെ ആരും തന്നെ തയ്യാറാവുകയില്ല. പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല മുജ്തബ ഖാംനയി, അദ്ദേഹത്തിന് മാത്രമാണ് ഒരു ചർച്ച നടത്താനുള്ള അധികാരം. പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടിലാണ് എന്ന ഒരു വിശദീകരണം കൂടിയാണ് ഇപ്പോൾ ഇറാൻ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതുമാത്രമല്ല, ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണമായിട്ടും ഇറാന് പരമാധികാരം നൽകുക എന്നതിന്റെ അർത്ഥം ഈ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള പൂർണ്ണമായിട്ടുള്ള അതിന്റെ വിവേചനാധികാരം പോലും ഇറാന് വിട്ടുകൊടുക്കുക എന്നതായിരിക്കും. പക്ഷേ ഇത് എത്ര കണ്ട് അമേരിക്കക്ക് സ്വീകാര്യമാകുമെന്ന കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ ഇന്ന് രാത്രിയോ നാളെയോ അമേരിക്കൻ പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുമെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം സംഘർഷം വലിയ തോതിൽ തന്നെ തുടരുകയാണ്. ഇറാനിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമാക്രമണം ഈ രാത്രിയിലും തുടരുകയാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സൈന്യത്തിന് നൽകിയതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 48 മണിക്കൂർ എന്ന സമയപരിധി അമേരിക്ക നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂടി ഉള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ഏകപക്ഷീയമായി തന്നെ അമേരിക്ക ഒരു യുദ്ധവിരാമത്തിലേക്ക് നീങ്ങിയേക്കുമോ എന്ന ഒരു പ്രതീക്ഷയും ഈ സമയത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രായോഗികമായിട്ട് അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു പ്രതികരണവും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അതേസമയം മധ്യസ്ഥ രാജ്യങ്ങൾ, പ്രധാനമായിട്ടും തുർക്കി, ഈജിപ്ത്, ഒമാൻ എന്നീ രാജ്യങ്ങൾ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ തുടരുകയാണ്. കാരണം ഈ സംഘർഷം ഇനിയും നീളുന്നത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അനുരഞ്ജനത്തിലേക്ക് വരണമെന്ന നിർദ്ദേശമാണ് ഈ 3 രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്നത്. ഏതർത്ഥത്തിലുള്ള ചർച്ചയ്ക്കും വേദിയൊരുക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ഈജിപ്തും തുർക്കിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രായോഗികമായിട്ടുള്ള നടപടികളും നിർദ്ദേശങ്ങളും നൽകേണ്ടത് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇറാനുമാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം കൂടി ഇനി വരേണ്ടതുണ്ട്. ഹരിഗോവിന്ദ്. ഇസ്രായേലിന്റെ ആക്രമണം ഇറാനിൽ തുടരുമ്പോഴും ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകുന്നത്.
ഇന്ന് ഇസ്രായേലിൽ ഇറാന്റെ ആക്രമണം ശക്തിയായി നടന്നിട്ടുണ്ടോ? എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഇന്ന് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഹരിഗോവിന്ദ്, ഇന്നലെ രാത്രി മുതൽ തന്നെ വ്യാപകമായിട്ടുള്ള ആക്രമണം, ഒരു പരമ്പര, മിസൈൽ പരമ്പര തന്നെ വരുന്നു. അത് പിന്നെ പൂർണ്ണമായിട്ടും വലിയ തോതിലുള്ള ഒരു ഭീതി വിതയ്ക്കുന്നു. തുടർന്ന് അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അടുത്ത മിസൈൽ പരമ്പര കൂടി വരികയും ഇസ്രായേൽ നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലയ്ക്കും ഒരു സ്വാസ്ഥ്യം നൽകാത്ത വിധത്തിലുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇന്നും അരങ്ങേറിയത്. ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ചിരിക്കുന്ന മിസൈലുകളാണ് തെല്ലവീവിലും ഹൈഫയിലും അതോടൊപ്പം തന്നെ വിദൂരമായിട്ടുള്ള ഇസ്രായേൽ പ്രദേശങ്ങളിലും പതിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണെന്നും ഇസ്രായേൽ നേതൃത്വം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതിരോധങ്ങൾ പൂർണ്ണമായിട്ടും അതിലംഘിച്ചുകൊണ്ട് എങ്ങനെ ഈ മിസൈലുകൾ പിന്നെ തങ്ങളുടെ മണ്ണിൽ പതിച്ചു എന്നത് സംബന്ധിച്ച അന്വേഷണത്തിനും ഇന്ന് വീണ്ടും ഇസ്രായേൽ നേതൃത്വം ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള ആക്രമണ പരമ്പരകൾ ഇസ്രായേലിന് നേരെ, പ്രത്യേകിച്ച് ഡിമോണ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രമുള്ള പ്രദേശങ്ങളിലേക്കടക്കം ആക്രമണം ശക്തമായി തന്നെ തുടരാനുള്ളൊരു നീക്കത്തിലാണ് തങ്ങളെന്ന് ഇറാൻ നേതൃത്വവും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട 24 മണിക്കൂർ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ്. പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലേക്കും ഈ ആക്രമണം നീളുന്ന ഒരു സാഹചര്യം കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഹരിഗോവിന്ദ്, അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇറാൻ ഒരു 5 ഉപാധികൾ ഇസ്രായേലിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്ത് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അമേരിക്ക എന്ത് രീതിയിലായിരിക്കും അതിനോട് നിലപാട് വ്യക്തമാക്കുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ ആവശ്യമാണ്. അപ്പോൾ നിലവിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് നയതന്ത്ര നീക്കങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്? നിലവിൽ എന്തെങ്കിലും ചർച്ചകൾ അത് സംബന്ധിച്ച് നടക്കുന്നുണ്ടോ? ഹരിഗോവിന്ദ്, ഔദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് ഇറാൻ നേതൃത്വം സ്ഥിരീകരിക്കുന്നത്. അതേസമയം ഈ സഖ്യ രാജ്യങ്ങളുമായി ഒമാൻ, ഈജിപ്ത്, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായിട്ട് ടെലിഫോണിൽ സമ്പർക്കം പുലർത്തി വരുന്നുണ്ട്. വിവിധ കാര്യങ്ങൾ അവർ പിന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഈജിപ്ത് നേതൃത്വം അല്പം മുമ്പ് ഖത്തർ നേതൃത്വവുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പല തലങ്ങളിലുള്ള പരോക്ഷമായിട്ടുള്ള ആശയവിനിമയങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ചയുടെ ഒരു ചട്ടക്കൂടിന് രൂപം നൽകാനോ ആ അർത്ഥത്തിൽ ചർച്ച പ്രത്യക്ഷ സ്വഭാവത്തിലോ പരോക്ഷ സ്വഭാവത്തിലോ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇറാൻ അറിയിച്ചിരിക്കെ ഒരു മൂർത്തമായിട്ടുള്ള ഒരു ചട്ടക്കൂടിലേക്ക് ചർച്ച വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഇറാൻ മുന്നോട്ട് വെച്ച ഈ ഉപാധികൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് സ്വീകരിക്കപ്പെടും എന്ന കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക കൂടുതൽ കടുത്ത നിലപാടിലേക്ക് വരുന്നത്. കാരണം അവിടേക്ക് കൂടുതൽ സൈന്യത്തെ നിയോഗിക്കാനും ആ സൈന്യത്തെ നിയോഗിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ ഖാർഗ് ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്ക ചർച്ച ചെയ്യുന്നതായി വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്പം മുമ്പ് US സെൻട്രൽ കമാൻഡിന്റെ ഒരു പ്രതികരണം പുറത്തു വന്നത് ഇപ്പോൾ തന്നെ മേഖലയിൽ 1,50,000 അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതൊരു ദൗത്യവും അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം നടപ്പാക്കാൻ ഈ സൈന്യം സജ്ജമാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. അതായത് ഒരു ഭാഗത്തെ ചർച്ചകളുടെ സാധ്യത രൂപപ്പെടുത്തുക, മറുഭാഗത്തെ ഈ സൈനിക മുന്നൊരുക്കങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു നിലപാടും രീതിയുമാണ് നേരത്തെ മുതൽ തന്നെ അമേരിക്ക സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഇന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് മുമ്പ് പല ഘട്ടങ്ങളിലും ഏതാണ്ട് പിന്നിട്ട ഒരു 8 മാസത്തിനുള്ളിൽ 2 തവണയാണ് ചർച്ചകളുടെ പേരിൽ തങ്ങൾ ചർച്ചയിൽ ഇടപെടുന്നു, വിവിധ ഫോർമുലകൾ ചർച്ച ചെയ്യുന്നു. ആ ചർച്ചകളിൽ വലിയ പുരോഗതിയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നു. പക്ഷേ അതേ ഘട്ടത്തിൽ തന്നെയാണ് തികച്ചും ഏകപക്ഷീയമായി തങ്ങളുടെ രാജ്യത്തിന് നേരെ, പരമാധികാരത്തിന് നേരെ കടന്നാക്രമണം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്നത്. അതുകൊണ്ട് അമേരിക്കയെ ഇനി വിശ്വസിക്കാൻ തങ്ങൾക്ക് യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചർച്ചാ നിർദ്ദേശം തങ്ങൾക്ക് സ്വീകാര്യമല്ല. അതേസമയം മധ്യസ്ഥ രാജ്യങ്ങളുമായി ഏതർത്ഥത്തിൽ വേണമെങ്കിലും ആശയവിനിമയം തുടരാനും സംഘർഷം ലഘൂകരിക്കാനും തങ്ങൾ സന്നദ്ധമാണ് എന്ന ഒരു പ്രതികരണം കൂടിയാണ് ഇറാൻ നേതൃത്വം, ഇറാനിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരുപോലെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പൊടുന്നനെ ഒരു ചർച്ചയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി ഇനിയും നീട്ടിക്കൊണ്ടുപോകുക എന്നത് ആഭ്യന്തരമായിട്ടും അതോടൊപ്പം തന്നെ ആഗോളതലത്തിലും വലിയ സമ്മർദ്ദമാണ് ട്രംപ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാന്യമായിട്ട് ഒരു പിന്മാറ്റം വേണമെന്ന് ട്രംപിന് ആഗ്രഹമുണ്ട്. ആ സന്ദേശമാണ് സഖ്യരാജ്യങ്ങൾ, ഈജിപ്ത് ഉൾപ്പെടെയുള്ള സഖ്യരാജ്യങ്ങളെ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഏത് ചർച്ചക്കും തങ്ങൾ ഒരുക്കമാണെന്ന് കൂടി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു തങ്ങളുടെ ഏറ്റവും വലിയൊരു സമ്മർദ്ദ നീക്കമായിട്ട് ഇറാൻ പ്രയോജനപ്പെടുത്തുകയാണ്, കൂടുതൽ കടുത്ത നിലപാടുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹരി ഗോവിന്ദ്.
ശരി, അമേരിക്ക കൈമാറിയ 15 വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയ ഇറാൻ സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് 5 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഉപാധികൾ മുന്നോട്ട് വെക്കുന്ന സമയത്തും ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. MC നാസറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇറാൻ ആക്രമണത്തിൽ UAE-യിൽ ഇന്ന് 5 പേർക്ക് പരിക്കേറ്റു. ഇതോടെ പരിക്കേറ്റവരുടെ എണ്ണം 166ആയി. 3 സൈനികരടക്കം 9 പേർ ആക്രമണത്തിൽ മരിച്ചു. സിവിലിയൻ താമസ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ UAE ഐക്യരാഷ്ട്രസഭയിലെത്തി. UN മനുഷ്യാവകാശ കൗൺസിലാണ് UAE വിഷയം അവതരിപ്പിച്ചത്. വിവരങ്ങളായി ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, യുദ്ധം തുടങ്ങി 25 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും UAE-യിലേക്കുള്ള ആക്രമണ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് എന്താണ് UAE-യിലെ സാഹചര്യം? എത്ര പേർക്കാണ് ഇന്നത്തെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്? ഇന്ന് 9 ഡ്രോണുകൾ UAE-ക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഇതിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 3 സൈനികരടക്കം 9 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇതിൽ 6 പേർ സിവിലിയന്മാരാണ്. ഇന്നലെ ബഹ്റൈനിൽ കൊല്ലപ്പെട്ട സൈനികന്റെ അടക്കം കണക്ക് ഉൾപ്പെടെയാണ് ഇതെന്നാണ് നമ്മൾ കരുതുന്നത്. മറ്റ് മരിച്ചവരുടെ ഇന്നലെ കൊല്ലപ്പെട്ട പുതിയ സൈനികന്റെ മറ്റു വിശദാംശങ്ങളൊന്നും അധികൃതർ ലഭ്യമാക്കിയിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ UAE നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ് എന്നുള്ള നിലയിൽ UN-ലെ സ്ഥിരം പ്രതിനിധിയായ ജമാൽ മുഷറക്ക് UN-ന്റെ മനുഷ്യാവകാശ കൗൺസിലിൽ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 26 ദിവസമായി നിരന്തരമായി 2000-ലേറെ ആക്രമണങ്ങളാണ് UAE-ക്ക് നേരെ ഉണ്ടായത്. ഇത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമല്ല, മറിച്ച് സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയും നിരവധി തവണ ആക്രമണം ഉണ്ടായതായിട്ട് ജമാൽ മുഷറക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് രാജ്യത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഇതിന് കൃത്യമായ മറുപടി നൽകാനും അതേപോലെ തന്നെ ഇടപെടൽ ഉണ്ടാകാനും UN-ന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടാകണമെന്നാണ് UAE-യുടെ പ്രതിനിധി ആവശ്യപ്പെട്ടിട്ടുള്ളത്. UN-ൽ ഇതിന് അനുകൂലമായി ഇറാന് എതിരെയായി ഒരു സമവായം രൂപപ്പെടുത്താനും UAE പ്രതിനിധി ശ്രമിക്കുന്നുണ്ട്. UAE-ക്ക് നേരെ നടക്കുന്നത് ഒരു തരത്തിലുള്ള ഭീകരാക്രമണമാണ്, തീവ്രവാദ പ്രവർത്തനമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഷിനോജ്, അതോടൊപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിവിലിയൻ താമസ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ ഭൂരിഭാഗം ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ പ്രത്യാഘാതമല്ലേ ഉണ്ടാക്കുന്നത്? ഈ വിഷയത്തിൽ UAE-യുടെ നിലപാട് എന്താണ്? അത് തന്നെയാണ് വലിയ പ്രശ്നമായിട്ട് ഇന്ന് UN മനുഷ്യാവകാശ കൗൺസിലിൽ UAE ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഇത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണമാണ് എന്നുള്ള നിലയ്ക്കാണ് നേരത്തെ ഇറാൻ തന്നെ ഇതിനെ വ്യാഖ്യാനിച്ചിരുന്നത്. പക്ഷേ പലപ്പോഴും ആക്രമണം നടക്കുന്നത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയല്ല, മറിച്ച് സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയാണ്. ഇപ്പോൾ മരിച്ച 9 പേരിൽ 6 പേരും സിവിലിയന്മാരാണ്. അതിൽ ഒരു ഫലസ്തീൻ വനിത കൂടി ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രഖ്യാപിത നിലയിലുള്ള ആക്രമണമല്ല, മറിച്ച് UAE-യുടെ സ്ഥിരത തകർക്കുന്ന നിലയ്ക്ക് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന നിലയ്ക്ക് അവരുടെ ജീവന് ഭീഷണിയാകുന്ന നിലയ്ക്കാണ് ഇറാൻ ആക്രമണം നടത്തുന്നതെന്നാണ് ജമാൽ അൽ മുഷറക്ക് ഈ പ്രശ്നം UN മനുഷ്യാവകാശ കൗൺസിലിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ തങ്ങൾക്ക് പിന്തുണ ലഭിക്കും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 26 ദിവസമായി നടക്കുന്നത് ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ്, തീവ്രവാദ പ്രവർത്തനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ശരി, UAE-ക്കെതിരെയുള്ള ഇറാന്റെ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് മാത്രം 5 പേർക്കാണ് UAE-യിൽ പരിക്കേറ്റിട്ടുള്ളത്. ഷിനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കുവൈത്തിലേക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഭൂരിഭാഗം ആക്രമണങ്ങളും സായുധ സേന വിജയകരമായി പ്രതിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി അഗ്നിശമന സേന വ്യക്തമാക്കി. അതിനിടെ രാജ്യത്ത് സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി സലീം കോട്ടയിൽ ചേരുന്നുണ്ട്. സലീമ, കുവൈത്തിലേക്ക് ഇന്നും വലിയ ആക്രമണങ്ങൾ നടന്നുവെന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത അതീവ ഗുരുതരമായി തുടരുകയാണല്ലേ? ഹരി, തുടർച്ചയായ 2ാം ദിവസവും ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളാണ് കുവൈത്ത് വ്യോമാതിർത്തിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വ്യോമാതിർത്തിയിലെത്തിയ 20 ബാലിസ്റ്റിക് മിസൈലുകളിൽ 13 സായുധസേന വിജയകരമായി പ്രതിരോധിച്ചു. ശേഷിച്ചവ ഭീഷണി മേഖലയ്ക്ക് പുറത്തേക്ക് പതിച്ചതായും അധികൃതർ അറിയിച്ചു. 9 ഡ്രോണുകളിൽ 6 വെടിവെച്ചു വീഴ്ത്തിയതായും ഒരു ഡ്രോൺ ഭീഷണി മേഖലയ്ക്ക് പുറത്തു പതിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ 2 ഡ്രോണുകൾ വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിൽ ഇടിച്ചതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായി. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ കിലോമീറ്ററുകൾ അകലെ നിന്ന് വരെ ശക്തമായ പുക കാണാമായിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണെന്നും അഗ്നിശമന സേനയും സുരക്ഷാ സംഘങ്ങളും സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇത് 4ാം തവണയാണ് വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ആക്രമണ ശ്രമം ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം വിമാനത്താവള സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ സംഘടനയിൽ കുവൈത്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മിസൈൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 43 കേസുകൾ കൈകാര്യം ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 8 തവണയാണ് കഴിഞ്ഞ ഒരു ദിവസത്തിൽ മാത്രം അപകട മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങിയത്. ഇതോടെ സംഘർഷം ആരംഭിച്ചതിനു ശേഷം 139 തവണയാണ് അപായ സൈറനുകൾ മുഴങ്ങിയത്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അവശിഷ്ടങ്ങളോ തീപിടുത്ത സ്ഥലങ്ങളോ സമീപിക്കുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. അതോടൊപ്പം അസാധാരണ സംഭവങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ 112 നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ പറഞ്ഞു. വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ എല്ലാ സംവിധാനങ്ങളും സജ്ജമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഹരി. ശരി, സലീം കോട്ടയിലാണ് കുവൈത്തിലെ വിവരങ്ങൾ നൽകിയത്. ഇനി സൗദിയിലേക്കാണ്. ഇറാൻ യുദ്ധത്തിന് പിന്നാലെ സൗദിയിലേക്കുള്ള മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾക്ക് ഇന്നും അയവില്ല. പ്രതിരോധിക്കുന്നതിനിടെ സൗദി കിഴക്കൻ പ്രവിശ്യയിൽ മിസൈൽ തകർന്ന് നിർമ്മാണത്തിലിരുന്ന വീടിന് മുകളിൽ പതിച്ചു. മിസൈൽ ഡ്രോൺ ആക്രമണം പ്രതിരോധിക്കാൻ കൂടുതൽ വ്യോമസേനാ വിമാനങ്ങളും കിഴക്കൻ പ്രവിശ്യയിൽ സേവനത്തിനുണ്ട്. യുദ്ധം 25ാം ദിനത്തിലെത്തുമ്പോഴും സൗദിയിലേക്ക് ആക്രമണം തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ ഏറ്റവും കുറവ് ആക്രമണം സൗദിയിലേക്കായിരുന്നു. എന്നാൽ US സൈന്യത്തിന്റെ സാന്നിധ്യവും US പങ്കാളിത്തമുള്ള കമ്പനികളെയും ലക്ഷ്യം വെച്ച് ആക്രമണം ഇറാൻ വർദ്ധിപ്പിച്ചു. റിയാദിലെ US എംബസി, ഓയിൽ റിഫൈനറികൾ എന്നിവയെല്ലാം ഇറാൻ ലക്ഷ്യം വെച്ചു. ഇതിനിടയിൽ ചിലത് സിവിലിയൻ കേന്ദ്രങ്ങളിൽ പതിക്കുകയും ചെയ്തു. ഇന്ന് കിഴക്കൻ പ്രവിശ്യയിലെത്തിയ മിസൈൽ തകർക്കുന്നതിനിടെ ആൾപ്പാർപ്പില്ലാത്ത നിർമ്മാണത്തിലുള്ള വീടുകൾക്ക് മുകളിലാണ് ഇവയുടെ ഭാഗങ്ങൾ പതിച്ചത്. ഇസ്രായേലിൽ നിന്നും ആക്രമണത്തിനായി എത്തുന്ന വിമാനങ്ങൾ കിഴക്കൻ പ്രവിശ്യയുടെ അരികിലൂടെയാണ് ഗൾഫ് സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിനാൽ തന്നെ മേഖലയിൽ ശക്തമായ നിരീക്ഷണമുണ്ട്. ഡ്രോൺ ആക്രമണം തടയാൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറമെ വ്യോമസേനാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നു. യുദ്ധ സാഹചര്യം പരിഗണിച്ച് മറ്റു ഗൾഫ് രാജ്യങ്ങൾക്കില്ലാത്ത നേട്ടം ഭൂമിശാസ്ത്രപരമായി സൗദിക്കുണ്ട്. കിഴക്കൻ പ്രവിശ്യയിലെ റിഫൈനറികളിൽ നിന്നും ക്രൂഡ് ഓയിൽ ഉൾപ്പെടെ സൗദി പൈപ്പ് ലൈൻ വഴി ചെങ്കടൽ തീരത്ത് എത്തിക്കുകയാണ്. ചെങ്കടൽ മേഖലയിലെ കപ്പൽ സർവീസുകളെ യുദ്ധം നിലവിൽ നേരിട്ട് ബാധിച്ചിട്ടില്ല. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഇറാനിയൻ ലംഘനങ്ങൾ സഹിക്കാനാകാത്ത നിലയിലേക്ക് ഉയർന്നതായി കുവൈത്ത് വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയിലെ മനുഷ്യാവകാശ കൗൺസിലിന്റെ അടിയന്തര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കുവൈത്ത് UN പ്രതിനിധി അംബാസഡർ നാസർ അൽഹെയ്ൻ. മേഖലയിൽ പ്രാദേശികവും അന്താരാഷ്ട്രവുമായ സമാധാനം സംരക്ഷിക്കാൻ ശക്തമായ ഇടപെടൽ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിയമങ്ങളെയും പവിത്രതകളെയും മാനിക്കാത്ത ഇത്തരം ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാകുന്നത് തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഏകോപിതമായ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. യുദ്ധ സാഹചര്യത്തിലെ എണ്ണ പ്രതിസന്ധി മറികടക്കാൻ യാംബു വഴി കടത്തുന്ന എണ്ണ 40 ലക്ഷം ബാരലായി ഉയർത്തി സൗദി അറേബ്യ. ഹോർമുസ് സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് സൗദി എണ്ണക്കടത്തിനായി യാംബു വഴിയുള്ള ബദൽ മാർഗം സ്വീകരിക്കുന്നത്. ആഗോള എണ്ണ വിപണിയിലെ സമ്മർദ്ദം കുറയ്ക്കുകയാണ് ലക്ഷ്യം. യാംബു തുറമുഖം വഴിയുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതിയാണ് കുത്തനെ കൂട്ടിയത്. കഴിഞ്ഞ ആഴ്ചത്തെ കണക്കനുസരിച്ച് പ്രതിദിനം 40 ലക്ഷം ബാരലാണ് യാംബു വഴി കയറ്റിയത്. ഹോർമുസ് സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് യാംബു വഴിയുള്ള ബദൽ മാർഗം. നേരത്തെ കിഴക്കൻ പ്രവിശ്യ വഴിയായിരുന്നു എണ്ണ നീക്കം. വലിയ പൈപ്പുകൾ ഉപയോഗിച്ച് യാംബുവിൽ എണ്ണ എത്തിച്ചാണ് ഓയിൽ കയറ്റുമതി ഇപ്പോൾ തുടരുന്നത്. സുയസ് കനാൽ വഴി എണ്ണ കപ്പലുകളിൽ വിവിധ രാജ്യങ്ങൾക്കെത്തും. മറ്റു ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് യാംബു പോലുള്ള ബദൽ സംവിധാനം സൗദിക്ക് മാത്രമാണുള്ളത്. എണ്ണയ്ക്ക് പുറമെ ഗ്യാസും നിലവിൽ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. യുദ്ധ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്കുള്ള മാനദണ്ഡങ്ങളിലും ലൈസൻസിംഗ് നടപടിക്രമങ്ങളിലും ഇളവുകൾ വരുത്തി സൗദി അറേബ്യ. 1 മാസത്തേക്കാണ് താൽക്കാലികമായ തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ ചരക്കുനീക്കം വേഗത്തിലാക്കുന്ന നടപടികളുടെ ഭാഗമായാണ് ഇളവുകൾ. സൗദിയിൽ ഇപ്പോഴും ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ചരക്ക് നീക്കമടക്കമുള്ള പ്രവർത്തനങ്ങളുടെ വേഗത കുറഞ്ഞിട്ടുണ്ട്.
ഈ സാഹചര്യം മറികടക്കുന്നതിനായാണ് പുതിയ തീരുമാനം. കപ്പലുകൾക്കുള്ള നാവിഗേഷൻ ലൈസൻസ്, വർക്ക് പെർമിറ്റ് പുതുക്കൽ, പുതിയ വർക്ക് പെർമിറ്റ് തുടങ്ങിയവക്കാണ് ഇളവ്. സൗദി ജനറൽ അതോറിറ്റി ഫോർ ട്രാൻസ്പോർട്ടിന്റേതാണ് തീരുമാനം. 1 മാസത്തേക്കായിരിക്കും ഇളവ് ലഭിക്കുക. ആവശ്യമെങ്കിൽ കാലാവധി നീട്ടുമെന്നും മന്ത്രാലയം അറിയിച്ചു. വിദേശ കപ്പലുകൾക്കും ഇളവ് ബാധകമാകും. നിലവിലെ സാഹചര്യത്തിൽ ചരക്ക് നീക്കം വേഗത്തിലാക്കുകയാണ് ലക്ഷ്യം. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെട്ടതോടെ സൗദി തുറമുഖങ്ങളിലും കപ്പൽ പ്രവർത്തനങ്ങളിലും സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ സന്ദർശക ഉംറ വിസ കാലാവധി കഴിയുന്നവർ ഏപ്രിൽ 18 മുന്നേ സൗദി അറേബ്യയിൽ നിന്നും പുറത്തുപോയാൽ മതിയെന്ന് ആഭ്യന്തര മന്ത്രാലയം. ഫെബ്രുവരി 25 മുതൽ കാലാവധി അവസാനിക്കുന്ന എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കും. യുദ്ധ സാഹചര്യത്തിലാണ് തീരുമാനം. യുദ്ധ പശ്ചാത്തലത്തിൽ വിമാന സർവീസുകളിൽ പ്രതിസന്ധി വന്നതോടെയാണ് വിവിധ സന്ദർശക വിസക്കാരുടെ വിസകൾ നീട്ടി നൽകുന്നത്. ഇന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. സൗദിയിലേക്ക് ട്രാൻസിറ്റ് വിസകളിലും ഉംറ വിസകളിലും വന്നവരുണ്ട്. അവർക്ക് ഏപ്രിൽ 18 വരെ സൗദിയിൽ തങ്ങാം. വിസകൾ ഫെബ്രുവരി 25 അതിനുശേഷമോ കാലാവധി കഴിഞ്ഞവർക്കാണ് ഈ ആനുകൂല്യം. ഇവർ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഏപ്രിൽ 18 മുന്നോടിയായി നേരെ വിമാനത്താവളത്തിൽ പോയാൽ മതി. പിഴയോ ഫീസുകളോ ഉണ്ടാകില്ല. സിംഗിൾ മൾട്ടിപ്പിൾ സന്ദർശക വിസക്കാർക്കും ആനുകൂല്യമുണ്ട്. ഇവരുടെ വിസകളെല്ലാം ഫെബ്രുവരി 25 മുതൽ കാലാവധി തീർന്നു തുടങ്ങിയവയാണെങ്കിൽ അവർക്കെല്ലാം ഏപ്രിൽ 18 വരെ കാലാവധി ഉണ്ടാകും. എന്നുവെച്ചാൽ ഏപ്രിൽ 3 വിസ കാലാവധി കഴിയുന്നവർക്ക് പോലും ഏപ്രിൽ 18 മടങ്ങിയാൽ മതി. ഇതിനായി വിസ ദീർഘിപ്പിക്കാൻ തവാസുൽ വഴി അപേക്ഷിക്കാമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്കും വിമാന സർവീസുകൾ ഉണ്ടെങ്കിലും മറ്റു പല രാജ്യങ്ങളിലേക്കും വിമാന സർവീസ് റദ്ദായത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. വിസ കാലാവധി ഏപ്രിൽ 18 വരെ ലഭിക്കുമെങ്കിലും ഇതിനു മുന്നേ തന്നെ മടങ്ങുന്നതാകും യാത്രക്കാർക്ക് ഉത്തമം. വിമാന സർവീസുകൾ പലതും റദ്ദാക്കുന്നത് പതിവുള്ളതിനാൽ അതുകൂടി കണക്കിലെടുത്തു വേണം ടിക്കറ്റുകൾ ഉറപ്പാക്കാൻ. ഉംറ വിസക്കാർക്ക് സൗദിയിൽ തങ്ങാവുന്ന പരമാവധി കാലാവധി ഏപ്രിൽ 18 അർദ്ധരാത്രി വരെയാണ്. ഹജ്ജ് അടുത്ത സാഹചര്യത്തിലാണ് ഈ ഉത്തരവുണ്ടായിരുന്നത്. സന്ദർശക വിസക്കാർക്ക് ഈ കാലാവധി ബാധകമല്ല. അവർക്ക് വിസയിലെ കാലാവധി വരെ സൗദിയിൽ തങ്ങാം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഒമാനിൽ നിന്ന് കേരള സെക്ടറുകളിലേക്ക് സർവീസുകൾ കുറഞ്ഞതോടെ കുതിച്ചുയർന്ന ടിക്കറ്റ് നിരക്ക്. ഈ മാസം 28 വരെ മസ്കത്തിൽ നിന്ന് കേരള സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിരുന്നു. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സലാം എയറിൽ ഈ മാസം 27 വരെ ടിക്കറ്റ് ലഭ്യമല്ല. ഇൻഡിഗോയുടെയും ഒമാൻ എയറിന്റെയും കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് പ്രവാസികളുടെ നടുവൊടിക്കുന്നതാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയതോടെ മലയാളി പ്രവാസികൾക്ക് ഇൻഡിഗോ, സലാം എയർ, ഒമാൻ എയർ വിമാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. എന്നാൽ മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സലാം എയറിൽ ഈ മാസം 27 വരെ ടിക്കറ്റ് ലഭ്യമല്ല. ഇൻഡിഗോയുടെയും ഒമാൻ എയറിന്റെയും കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെയാണ് വർദ്ധിച്ചത്. യുദ്ധ സാഹചര്യങ്ങൾക്കിടെ മേഖലയിലാകെ വിമാന സർവീസുകൾ കുറച്ചതും പലതും റദ്ദാക്കിയതും ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇതര GCC രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒമാൻ വഴി യാത്ര ചെയ്യുന്നത് വർദ്ധിച്ചതും ഉയർന്ന നിരക്ക് തുടരാൻ കാരണമാണ്. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 10,000-ങ്ങളാണ് മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. CBSE പരീക്ഷകൾ പലതും റദ്ദാക്കുകയും ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് ധാരാളം കുട്ടികൾക്ക് നാട്ടിൽ പോയി അവരുടെ കോളേജുകൾ തിരഞ്ഞെടുക്കുകയും എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളുടെ കുട്ടികൾക്ക് ഇത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വരുത്തി തീർത്തിരിക്കുന്നത്. ഇത്രമാത്രം കൂടിയ തുക കൊടുത്ത് 1-2 കുട്ടികളുള്ള ഒരു കുടുംബത്തിന് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് യാതൊരു രീതിയിലും താങ്ങാവുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് നിരക്ക് കുറയുമ്പോഴും കേരളത്തിലേക്കുള്ള വിമാനക്കൂലി ഇപ്പോഴും ഉയർന്ന നിലയിലാണ്. അതേസമയം സർവീസുകൾ റദ്ദാക്കുന്ന ഘട്ടത്തിൽ നേരത്തെ ടിക്കറ്റ് എടുത്തവർക്ക് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യുമെന്ന് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത ദിവസങ്ങളിലേക്ക് റീബുക്ക് ചെയ്യണമെന്നും അന്നത്തെ ഉയർന്ന നിരക്ക് നൽകേണ്ടി വരുമെന്നതും പ്രവാസികൾക്ക് തിരിച്ചടിയാണ്. മീഡിയ 1, മസ്കത്ത്. സൗദി അറേബ്യയിലെ ദമാം വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് ആരംഭിക്കാനൊരുങ്ങി കുവൈത്തിലെ ബജറ്റ് വിമാന കമ്പനിയായ ജസീറ എയർവേസ്. നിലവിൽ സൗദിയിലെ ഖൈസുമ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾക്ക് പുറമെയാണ് ദമാമിലെ കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുതിയ സർവീസ് തുടങ്ങുന്നത്. മാർച്ച് 26 മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. സീറ്റുകളും കാർഗോ ശേഷിയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത് കുവൈത്തിലെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. മിഷ്രിഫിലെ താൽക്കാലിക ടെർമിനലിൽ നിന്നായിരിക്കും സർവീസുകൾ തുടരുക. ദമാം സർവീസുകളിലേക്കുള്ള ബുക്കിംഗ് മാർച്ച് 25 വൈകിട്ട് മുതൽ ആരംഭിക്കുമെന്ന് ജസീറ എയർവേസ് അറിയിച്ചു.
കുവൈത്തിൽ എയർലൈനുകളുമായും ട്രാവൽ ഏജൻസികളുമായും ബന്ധപ്പെട്ട പരാതികൾ സഹേൽ ആപ്പ് വഴി സമർപ്പിക്കാമെന്ന് സിവിൽ ഏവിയേഷൻ അധികൃതർ അറിയിച്ചു. പരാതികൾ നൽകുമ്പോൾ ആവശ്യമായ രേഖകൾ ഉൾപ്പെടുത്തി നിശ്ചിത നടപടിക്രമങ്ങൾ പാലിക്കണം. സേവനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കുകളും തവാസുൽ പ്ലാറ്റ്ഫോം വഴി സമർപ്പിക്കാനാകുമെന്ന് അധികൃതർ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ റദ്ദാക്കിയ ടിക്കറ്റുകൾക്ക് 15 പ്രവൃത്തി ദിവസത്തിനകം റീഫണ്ട് നൽകണമെന്നും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ടിക്കറ്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പൂർണ്ണ തുകയും ഭാഗികമായി ഉപയോഗിച്ചാൽ ഉപയോഗിക്കാത്ത ഭാഗത്തിന്റെ തുകയും തിരികെ നൽകണമെന്നും അധികൃതർ വ്യക്തമാക്കി. യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പരാതികളുടെ പരിഹാരം വേഗത്തിലാക്കാനുമാണ് ഈ നടപടികൾ ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി മറികടക്കാൻ പുതിയ ചരക്കു ഗതാഗത ഇടനാഴിക്ക് പദ്ധതിയിടുകയാണ് UAEയും സൗദി അറേബ്യയും. ഷാർജയിലെ ഖോർഫക്കാൻ തുറമുഖം വഴി കടൽ റോഡ് മാർഗങ്ങൾ സംയോജിപ്പിച്ച് സൗദിയിലെ ദമാമിലേക്ക് എത്തുന്നതാണ് പുതിയ ഇടനാഴി. സൗദി സ്പോർട്സ് അതോറിറ്റിയായ മവാനിയും ഷാർജ ആസ്ഥാനമായ ഗൾഫ് ടൈനറും ചേർന്നാണ് പുതിയ പദ്ധതിക്ക് നേതൃത്വം നൽകുകയെന്നാണ് റിപ്പോർട്ടുകൾ. ഷാർജയിലെ ഹോർഫുക്കാൻ തുറമുഖം വഴി കടൽ റോഡ് ഗതാഗത മാർഗങ്ങളെ സംയോജിപ്പിച്ച് സൗദിയിലെ ദമ്മാമുമായി ബന്ധിപ്പിക്കുന്നതാണ് പുതിയ പാത. ഇതിലൂടെ ചരക്ക് ഗതാഗതം വർദ്ധിപ്പിക്കാനും ട്രാൻസിറ്റ് സമയം കുറയ്ക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഹുർഫുക്കാൻ കൊമേഴ്സ്യൽ ടെർമിനലും ഷാർജയിലെ സജ ഡ്രൈപോർട്ട് പോലുള്ള ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും ഇടനാഴിയുമായി ബന്ധിപ്പിക്കും. ദമാമിനും ഷാർജയ്ക്കുമിടയിൽ ഏതു തരത്തിലുള്ള ചരക്കുകളാണ് കൊണ്ടുപോകുകയെന്നോ വാർഷിക ഗതാഗത നിരക്ക് എത്രയാണെന്നോ വ്യക്തമല്ല. എന്നാൽ ഹോർമുസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ഇടനാഴി വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഗൾഫ് രാജ്യങ്ങൾക്ക് നിർണായകമാണ്. മേഖലയിലെ രാജ്യങ്ങളുടെ എണ്ണയും ചരക്കുകളും ഇതിലൂടെയാണ് പ്രധാനമായും കടന്നുപോകുന്നത്. പുതിയ ഗതാഗത ഇടനാഴി സപ്ലൈ ചെയിൻ സ്ഥിരതയും വിപണി സാധ്യതയും വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മീഡിയ 1 ദുബായ്. സാമൂഹിക പരിപാടികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ഖത്തർ. ഇന്നു മുതൽ തുറസായ സ്ഥലങ്ങളിൽ പൊതുപരിപാടികൾ സംഘടിപ്പിക്കാമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷമാണ് തീരുമാനം. വിവാഹങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ എന്നിവയുൾപ്പെടെയുള്ള സാമൂഹിക പരിപാടികൾ തുറസായ സ്ഥലങ്ങളിൽ നടത്താമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം സർക്കുലറിലൂടെ വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്ത് പൊതുപരിപാടികൾക്ക് നേരത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. സാമൂഹിക പരിപാടികൾ തുറസായ സ്ഥലങ്ങളിലോ ടെന്റുകളിലോ നടത്താൻ പാടില്ലെന്നും അവ ഇൻഡോർ ഹാളുകളിൽ പരിമിതപ്പെടുത്തണമെന്നും മാർച്ച് 18-നാണ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത്. ഒരാഴ്ച നീണ്ട നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇളവുകൾ വരുത്തിയത്. പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. പങ്കെടുക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കി സുരക്ഷിതവും സൗഹൃദപൂർണവുമായ അന്തരീക്ഷത്തിലാകണം പരിപാടികൾ നടത്തേണ്ടത്. വ്യക്തികൾക്കോ സമൂഹത്തിനോ ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. മീഡിയ 1 ദോഹ. മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സാഹചര്യം സൗദിയിൽ വെയർഹൌസുകൾക്ക് ആവശ്യകത വർദ്ധിച്ചു. കമ്പനികൾ ഉൽപ്പന്നങ്ങൾ മുൻകൂട്ടി സംഭരിച്ചു വെക്കാൻ തുടങ്ങിയതോടെയാണ് സ്റ്റോറേജ് ഏരിയകൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചത്. യുദ്ധം നീണ്ടാൽ ചരക്ക് നീക്കം തടസ്സപ്പെടുവാനും ചിലവ് വർദ്ധിക്കാനുമുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ടാണ് കമ്പനികളുടെയും വിതരണക്കാരുടെയും നീക്കം. കമ്പനികളും വിതരണക്കാരും ഉൽപ്പന്നങ്ങൾ മുൻകൂട്ടി സംഭരിച്ചു വെക്കാൻ തുടങ്ങിയതോടെയാണ് വെയർഹൌസുകൾക്ക് രാജ്യത്ത് ഡിമാൻഡ് വർദ്ധിച്ചത്. മേഖലയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് ഗതാഗതവും വിതരണ ശൃംഖലയും തടസ്സപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് കമ്പനികളുടെ നീക്കം. റിയാദ്, കിഴക്കൻ പ്രവിശ്യ മേഖലകളിലാണ് സ്റ്റോറേജ് സൗകര്യങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയുള്ളതെന്ന് സപ്ലൈ ചെയിൻ കൺസൾട്ടന്റ് അബ്ദുൽ അസീസ് അൽ ഹർബി പറഞ്ഞു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പെട്രോകെമിക്കൽസ്, റീറ്റെയിൽ, മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളിലെ കമ്പനികളാണ് സ്റ്റോക്ക് വർദ്ധിപ്പിക്കുന്നത്. മേഖലയിലെ അനിശ്ചിതത്വം തുടർന്നാൽ വരും ദിവസങ്ങളിലും വെയർഹൌസുകൾക്കുള്ള ഡിമാൻഡ് വർദ്ധിക്കുമെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു. നൌഷാദ് റിക്കോർ, മീഡിയ 1 ദമ്മാം. ഒമാനിൽ മഴ തുടരുന്നു. വിവിധ ഗവർണറേറ്റുകളിൽ ഇന്ന് രേഖപ്പെടുത്തിയത് കനത്ത മഴ. കഴിഞ്ഞ ദിവസം ഖസബ് വിലായത്തിൽ നിന്നും കാണാതായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ മഴക്കെടുതിയിൽ ആകെ മരിച്ചവരുടെ എണ്ണം 7ആയി. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക അപ്ഡേറ്റുകൾ പിന്തുടരണമെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഒമാനിലുടനീളം കനത്ത മഴയാണ് ഇന്നും രേഖപ്പെടുത്തിയത്. ഖസബ് വിലായത്തിൽ മഴക്കെടുതി രൂക്ഷമായിരുന്നു. വാഹനങ്ങൾ ഒലിച്ചുപോയി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഒറ്റപ്പെട്ടവരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. മുസന്തം കൗണ്ടിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് സെക്യൂരിറ്റി വിഭാഗം സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ലിവയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്ന വീടുകളിൽ കുടുങ്ങിയ 36 പേരെ രക്ഷിച്ചതായി സൗത്ത് ബാത്തിന CDDA അറിയിക്കുന്നുണ്ട്. ഇസ്കിയിൽ ആലിപ്പഴ വർഷമുണ്ടായി. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. റുസ്താക്കിലും കനത്ത മഴ പെയ്തിരുന്നു. ബാനി ഗാഫിർ, ബാനിഹാനി തുടങ്ങി നിരവധി വാദികളും നിറഞ്ഞൊഴുകി. വാദികൾ പലതും നിറഞ്ഞ റോഡുകളിലേക്ക് പരന്നൊഴുകുന്നത്
ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. മസ്കത്തിലും മഴയെത്തി. മദ്രാസ് ദ്വീപിനുള്ളിലേക്ക് വെള്ളം ഒഴുകിയെത്തി. അമറാത്ത് ബൗഷർ പർവ്വതപാത അടച്ചിട്ടുണ്ടെന്ന് റോയൽ പോലീസ് അറിയിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം കസബിൽ നിന്ന് ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവതിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. ഇതോടെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7 മീഡിയ 1 മസ്കത്ത്. നാളെയും മറ്റന്നാളും രാജ്യത്ത് കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് പലയിടങ്ങളിലും അസാധാരണമായ മിന്നൽ അനുഭവപ്പെട്ടു. ദൂരക്കാഴ്ച കുറയുന്ന സാഹചര്യത്തിൽ ഡ്രൈവർമാർ അടക്കമുള്ളവർ അതിജാഗ്രത പാലിക്കണം. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തൊഴിൽ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമേ തുറസായ സ്ഥലങ്ങളിലെ ജോലിയെടുക്കാവൂ എന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് 75%-ലധികമായി അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറക്കുമെന്ന് ഒമാൻ ജലവിഭവ മന്ത്രാലയം. ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിലെ കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്ത് അധിക അളവിൽ വരുന്ന വെള്ളം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് നടപടി. മഴയുടെ തീവ്രത ഇനിയും കൂടുകയും വാദികളിൽ ശക്തമായ ഒഴുക്കുണ്ടാവുകയും ചെയ്യും. അണക്കെട്ടിലെ ജലനിരപ്പ് കുറയ്ക്കുന്നതിലൂടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനാവുമെന്നും മന്ത്രാലയം പറയുന്നു. വാദികളിൽ നിന്ന് വിട്ടുനിൽക്കാനും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും മന്ത്രാലയം പൗരന്മാരോടും താമസക്കാരോടും ഓർമ്മിപ്പിച്ചു. UAE-യിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. മിക്ക നഗരങ്ങളിലും റോഡിലുണ്ടായ വെള്ളക്കെട്ട് ഗതാഗത കുരുക്കിന് കാരണമായി. ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവും അനുഭവപ്പെട്ടു. മലയോര മേഖലയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ തുടരുകയാണ്. നാളെ അർദ്ധരാത്രി മുതൽ വെള്ളിയാഴ്ച പുലരും വരെ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതിശക്തമായ കാറ്റിൻ്റെ അകമ്പടിയോടെയാണ് UAE-യിൽ ഇന്ന് രാവിലെ മുതൽ മഴ കനത്തത്. ഉച്ചയോടെ എല്ലാ എമിറേറ്റുകളിലും ജനജീവിതത്തെ ബാധിക്കുന്ന വിധം മഴ കനത്ത് പേമാരിയായി. റോഡുകളിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപം കൊണ്ട് ഗതാഗതം അവതാളത്തിലായി. വാഹനങ്ങൾ പലതും വെള്ളത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയാതെ റോഡിൽ നിന്നു പോകുന്നതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കിയത്. രാത്രിയിൽ നഗരപ്രദേശങ്ങളിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. UAE-യുടെ കിഴക്കൻ മേഖലയിൽ വാദികൾ നിറഞ്ഞൊഴുകുകയാണ്. കാറ്റിലും മഴയിലും പലയിടത്തും നേരിയ നാശനഷ്ടങ്ങൾ നേരിട്ടു. കാലാവസ്ഥ മോശമായതിനാൽ വിശ്വാസികൾ പള്ളികളിലേക്ക് വരാതെ വീടുകളിൽ പ്രാർത്ഥന നിർവഹിക്കണമെന്ന് മതകാര്യ വകുപ്പ് നിർദ്ദേശം നൽകി. നാളെ അർദ്ധരാത്രി മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച പുലർച്ചെ രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലും അതിശക്തമായ കാറ്റും മഴയുമാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്ന് UAE ദുരന്ത നിവാരണ സമിതിയും ആഭ്യന്തര വകുപ്പും അറിയിച്ചു. പൊടുന്നനെ വെള്ളമുയരാൻ സാധ്യതയുള്ളതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മീഡിയ 1 ദുബായ്. കുവൈത്തിലെ വായു ഗുണനിലവാരത്തെക്കുറിച്ച് ചില വാണിജ്യ വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന കണക്കുകൾ വിശ്വസനീയമല്ലെന്ന് പരിസ്ഥിതി പൊതു അതോറിറ്റി വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശാസ്ത്രീയമായി വിശ്വസനീയമല്ലെന്നും വായു ഗുണനിലവാരം വിലയിരുത്താൻ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഓരോ രാജ്യത്തിനും സ്വന്തം പരിസ്ഥിതി സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള അളക്കൽ രീതികളാണ് ഉള്ളതെന്നും അറിയിച്ചു. ദേശീയ മാനദണ്ഡങ്ങളും ഔദ്യോഗിക പരിശോധനാ സംവിധാനങ്ങളും അടിസ്ഥാനമാക്കിയാണ് വായു ഗുണനിലവാരം വിലയിരുത്തുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. വിശ്വാസ്യതയുള്ള വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും പൊതുജനങ്ങളോട് അതോറിറ്റി അഭ്യർത്ഥിച്ചു. കുവൈത്തിലെ സ്വർണ്ണ വിപണിയിൽ വില കൃത്രിമം കണ്ടെത്തിയതിനെ തുടർന്ന് വാണിജ്യ മന്ത്രാലയം നടപടി സ്വീകരിച്ചു. ക്യാപിറ്റൽ ഗവർണറേറ്റിലെ സ്വർണ്ണക്കടകളിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. പ്രൈസ് ടാഗിൽ നിന്ന് വ്യത്യസ്തമായ വിലയ്ക്ക് വിൽപ്പന നടത്തിയ അടക്കമുള്ള ലംഘനങ്ങളും കണ്ടെത്തി. ന്യായമായ വ്യാപാരം ഉറപ്പാക്കാനും ഉപഭോക്താക്കളെ സംരക്ഷിക്കാനുമായി പരിശോധനകൾ ശക്തമാക്കിയതായി അധികൃതർ അറിയിച്ചു. നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും വ്യാപാരികൾക്ക് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മിന അബ്ദുള്ളയിലെ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ വിൽപ്പനയ്ക്കായി കുവൈത്ത് മുനിസിപ്പാലിറ്റി നടപടികൾ ആരംഭിച്ചു. ഇതിനായി 780 വാഹനങ്ങൾ ഉൾപ്പെടുത്തി ലേലം നോട്ടീസ് പുറത്തിറക്കി. താൽപ്പര്യമുള്ളവർക്ക് ലേല നിബന്ധനകൾ പ്രധാന ഓഫീസിൽ നിന്ന് ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. 75 ദിനാർ ഫീസ് അടച്ച വിവരങ്ങൾ നേടാനാകും. വാഹനങ്ങൾ സ്ക്രാപ്പ് യാർഡിൽ നേരിട്ട് പരിശോധിക്കാനും സൗകര്യമുണ്ട്. മാർച്ച് 31 രാവിലെ 11:30 മുതൽ 12 വരെ ബിഡുകൾ സ്വീകരിക്കുകയും തുടർന്ന് ലേലപ്രക്രിയ ആരംഭിക്കുകയും ചെയ്യും. മഞ്ചേശ്വരം മണ്ഡലത്തിൽ UDF-നെ പിന്തുണയ്ക്കാൻ PDP തീരുമാനം.
മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയാണ് AK അഷ്റഫിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. UDFിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. BJPക്കുള്ള വിജയസാധ്യത ഒഴിവാക്കാനാണ് UDFിനെ പിന്തുണയ്ക്കുന്നതെന്ന് PDP ജില്ലാ പ്രസിഡന്റ് SM ബഷീർ റസ്വി പറഞ്ഞു. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലെല്ലാം LDFിനെയാണ് PDP പിന്തുണയ്ക്കുന്നത്. BJPക്ക് ഏറെ സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ PDP ഉൾപ്പെടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും അഭ്യുദയകാംക്ഷികളുടെയും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്ന സാഹചര്യമുണ്ടായാൽ BJP നിരായാസം വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ 139 മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭിന്നമായ ഒരു തീരുമാനം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോട് PDP മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാർട്ടി പിന്തുണ ഈ മണ്ഡലത്തിലെ വലതുപക്ഷ സ്ഥാനാർത്ഥിക്ക് UDF സ്ഥാനാർത്ഥിക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി പിന്തുണ നൽകുന്ന തീരുമാനം നൽകുകയാണെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം രംഗത്തിറങ്ങി BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടി സജീവമായി രംഗത്തുണ്ടാവും. അങ്ങനെ ഒരു വ്യത്യസ്ത തീരുമാനമാണ് പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത്. വിവരങ്ങളുമായി ഷെഫീഖ് നസറുള്ള ചേരുന്നുണ്ട്. ഷെഫീഖ്, ഇപ്പോൾ UDFിനെ പിന്തുണയ്ക്കുമെന്ന് PDP വ്യക്തമാക്കുകയാണ്. എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് PDP എത്തിയത്? സംസ്ഥാനത്ത് PDP LDFിനെ പിന്തുണക്കാനാണ് തീരുമാനിച്ചിരുന്നത്. 140 നിയോജക മണ്ഡലങ്ങളിലും PDPയുടെ പിന്തുണ LDFിനാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ മഞ്ചേശ്വരത്ത് BJPയുടെ ഒരു വിജയ സാധ്യത മുന്നിൽ കണ്ടാണ് PDP മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ഇന്ന് യോഗം ചേർന്ന് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. മഞ്ചേശ്വരത്ത് LDFിനെ പിന്തുണക്കുന്നതിന് പകരം UDFിനെ പിന്തുണക്കണം എന്ന ഒരു ആവശ്യമാണ് മണ്ഡലം കമ്മിറ്റി ഉന്നയിച്ചത്. ആ ആവശ്യം സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി മഞ്ചേശ്വരത്ത് UDFിനെ പിന്തുണക്കാൻ അനുമതി നൽകും എന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ BJP പരാജയപ്പെടുക എന്നതാണ് PDP ലക്ഷ്യമിടുന്നത് എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് BJPയും അതോടൊപ്പം UDFും നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ LDFിനേക്കാൾ വിജയ സാധ്യത BJPയുടെ അടുത്ത് വിജയ സാധ്യതയുള്ളത് UDFിനാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PDP UDFിനെ പിന്തുണക്കാൻ തീരുമാനിച്ചത്. മറ്റ് രൂപത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ അടക്കം വിഭജിക്കുകയാണെങ്കിൽ BJPയുടെ ഒരു ജയസാധ്യത മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ട്. ആ ജയസാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ PDP മഞ്ചേശ്വരം മണ്ഡലത്തിലെ AK അഷ്റഫിനെ പിന്തുണക്കാൻ തീരുമാനിച്ചത് എന്നാണ് ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ സംസ്ഥാനത്തെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും LDFിനെ പിന്തുണക്കുമ്പോൾ PDP മഞ്ചേശ്വരം മണ്ഡലത്തിൽ UDFിനെ പിന്തുണക്കണം എന്ന ഒരാവശ്യമാണ് മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. ആ ആവശ്യം ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി നൽകിയിട്ടുണ്ട്. ശരി, മഞ്ചേശ്വരം മണ്ഡലത്തിൽ UDFിനെ പിന്തുണയ്ക്കാൻ PDP തീരുമാനിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിൽ BJPയുടെ വിജയസാധ്യത ഇല്ലാതാക്കുകയാണ് PDPയുടെ ലക്ഷ്യമെന്നും വ്യക്തമാക്കുന്നു. ഷെഫീഖ് നസറുള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്കാണ്. കേരള ഇസ്ലാമിക് അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടി സന്തോഷവും സൗഹൃദവും ഐക്യവും നിറഞ്ഞ ഒരു മനോഹര സംഗമമായി മാറി. ഇത്തവണ ബ്രിട്ടീഷ് കൊളംബിയയിൽ ഗ്ലോബൽ മൂൺ സൈറ്റിംഗ് അടിസ്ഥാനമാക്കി വ്യാഴാഴ്ചയും ലോക്കൽ മൂൺ സൈറ്റിംഗ് അടിസ്ഥാനമാക്കി വെള്ളിയാഴ്ചയുമാണ് ഈദുൽ ഫിത്തർ ആയത്. ചടങ്ങിന്റെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ വിനോദ പരിപാടികളും ഒരുക്കിയിരുന്നു. കേരള ഇസ്ലാമിക് അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് പ്രസിഡന്റ് റിസ്മ കരീം റമദാൻ സന്ദേശം നൽകി. റമദാനിലൂടെ കൈവരിച്ച ആത്മീയ പാഠങ്ങൾ, ജീവിതത്തിൽ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും സാമൂഹിക ഐക്യത്തിന്റെ മഹത്വവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അസോസിയേഷന്റെ പ്ലാറ്റിനം സ്പോൺസറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പരിപാടിയുടെ ഭാഗമായി ഗോൾഡ് സ്പോൺസറായി ഷെയ്ഡ് ഫൗണ്ടേഷനും ഹാപ്പി ലൈഫും പങ്കാളികളായി. കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാനാവുന്ന വൈവിധ്യമാർന്ന വിനോദ പരിപാടികൾ ആഘോഷത്തിൽ നിറഞ്ഞു നിന്നു. ആഘോഷങ്ങൾക്കൊപ്പം രുചികരമായ ഭക്ഷണവും അതിഥി സൽക്കാരവും ഒരുക്കിയിരുന്നു. മീഡിയ 1 ലണ്ടൻ. സൗദിയിൽ ഓൺലൈൻ വഴി അതിവേഗ ഷോപ്പിംഗ് സംവിധാനം സജീവമാക്കി ലുലു ഗ്രൂപ്പ്. ഇതുവഴി സൗദിയിലുടനീളം മിനിറ്റുകൾക്കുള്ളിൽ ഡെലിവറി ലഭ്യമാകും. കൂപ്പൺ കോഡുകളിലൂടെയും നിരവധി ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് കൂടുതൽ ലളിതവും വേഗമേറിയതുമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ, ലുലു ഷോപ്പിംഗ് ആപ്പ്, വെബ്സൈറ്റ് എന്നിവ ഉപയോഗിച്ചാണ് സംവിധാനം. ഉപഭോക്താക്കൾക്ക് പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കുകയാണ് ലക്ഷ്യം. പുതിയ സംവിധാനം വഴി മുൻപുള്ളതിനേക്കാൾ ഇരട്ടി വേഗത ഉറപ്പാക്കാൻ കഴിയും. ആവശ്യമുള്ള ഓർഡറുകൾ തിരഞ്ഞെടുത്ത് ഓർഡർ ചെയ്യാം. മിനിറ്റുകൾക്കുള്ളിൽ ഓർഡർ ചെയ്ത ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തും. ഇതിനു പുറമെ
കൂപ്പൺ കോഡുകളിലൂടെയും വൻ ഓഫറുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ പണമിടപാടുകൾ, വേഗത്തിലുള്ള ഷോപ്പിംഗ്, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയവയും ലക്ഷ്യങ്ങളാണ്. മിഷാൽ ചെറുപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ ബുറൈദയിലെ ഷാരസനയിൽ മലയാളി ഡ്രൈവർ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ തക്കേക്കുളമ്പ് സ്വദേശി അബ്ദുൾ റഹീമാണ് മരണപ്പെട്ടത്. 49 വയസ്സായിരുന്നു. ബുറൈദ സെൻട്രൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 20 വർഷമായി ബുറൈദയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ബുറൈദ KMCCയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട്. കേരളത്തിൽ LDF BJP ഡീൽ ആരോപിച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പിണറായി വിജയൻ നരേന്ദ്രമോദിയെപ്പോലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് കടപ്പുറത്ത് UDF സംഘടിപ്പിച്ച മഹാറാലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള UDFന്റെ പ്രചാരണ പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമായി. പ്രത്യേക സാഹചര്യത്തിൽ നേരിലെത്താൻ കഴിയാത്തതിനെ തുടർന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഓൺലൈനായി മഹാറാലിയിൽ പങ്കെടുത്തു. കേരളത്തിൽ UDFും LDF BJP സഖ്യവും തമ്മിലാണ് പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി. I want to ask the people of Kerala, why does the BJP not attack the Chief Minister of Kerala? Why are the corruption cases against the Chief Minister not going anywhere? This is the best proof of collusion between the BJP and the LDF. കേരളത്തിൽ പിൻവാതിൽ നിയമനമാണ് നടക്കുന്നതെന്നും തൊഴിൽ രഹിതരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ. INന്റെ സ്വർണം കട്ടവരാണ് ഇടത് സർക്കാരെന്നും ഖാർഗെ. LDF government did not even spare God. They stole gold from Sabarimala temple. What can one expect from such government and such party? UDF അധികാരത്തിൽ വന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കളായ സച്ചിൻ പൈലറ്റ്, ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. മീഡിയ 1, കോഴിക്കോട്. മുസ്ലിം ലീഗ് നേതാവ് MK മുനീറിന്റെ കടബാധ്യത തീർത്ത മുസ്ലിം ലീഗ് 48 ലക്ഷം രൂപ കോഴിക്കോട് ടൗൺ സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചു. പണം നൽകിയ വിവരം നേതാക്കൾ അറിയിച്ചതായി ബാങ്ക് ജീവനക്കാർ സ്ഥിരീകരിച്ചു. ജപ്തി വിവരം പുറത്തുവന്നതിനു ശേഷം പാണക്കാട് സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും സംസാരിച്ചതായും ബാധ്യത പരിഹരിക്കാമെന്ന ഉറപ്പ് നൽകിയതായും MK മുനീർ പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചു, പിന്നെ തങ്ങൾ വിളിച്ചു, എല്ലാവരും വിളിച്ചിരുന്നു. അത് ഞങ്ങൾ പരിഹരിച്ചോളാം എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. ഇതിനു പിന്നാലെയാണ് പാർട്ടി ബാങ്ക് കുടിശ്ശിക അടച്ചു തീർത്തത്. ഒറ്റത്തവണ തീർപ്പിന് നിശ്ചയിച്ച 48 ലക്ഷം രൂപയും പാർട്ടി അടച്ചു തീർത്തു. കോഴിക്കോട് നടക്കാവിലെ വീടിന്റെ നവീകരണത്തിനായി കോഴിക്കോട് ടൗൺ സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് MK മുനീറിന് ബാങ്ക് ജപ്തി നോട്ടീസ് നൽകിയത്. മീഡിയ 1, കോഴിക്കോട്. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച SDPIയിൽ ഭിന്നത. സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ആവശ്യപ്പെട്ടു. പാലക്കാട് സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നതും മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നതും CPMന് വേണ്ടിയാണെന്നും തുളസീധരൻ മീഡിയ 1നോട് പറഞ്ഞു. പ്രചാരണവുമായി മുന്നോട്ടു പോകുമെന്ന് മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി അഷ്റഫ് KM പ്രതികരിച്ചു. SDPI മഞ്ചേശ്വരം സ്ഥാനാർത്ഥി നിർത്തിയത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ അത് പിൻവലിക്കുന്നതാകും എന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത്. ഇപ്രാവശ്യം സുരേന്ദ്രൻ ജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലെന്നാണ്, മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോരെന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത്. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ LDFനും ഗുണകരമാകുമെന്നും SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ പറഞ്ഞു. KM അഷ്റഫിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നും തുളസീധരൻ ആവശ്യപ്പെട്ടു. SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പ്രാദേശിക കാര്യം കണക്കിലെടുത്താണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് LDFന്റെ ഒരു സപ്പോർട്ടൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ചേശ്വരത്ത് മത്സരിക്കുകയും പാലക്കാട് മത്സരിക്കാതെ LDFനെ പിന്തുണയ്ക്കുകയും ചെയ്ത സാഹചര്യമാണെങ്കിൽ 2 UDF MLAമാർക്ക് കുറയുമെന്നുള്ളതായിരിക്കാം LDFന്റെ കണക്കുകൂട്ട്. BJP ജയിച്ചാലും UDFന്റെ സീറ്റ് കുറയണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അതേസമയം മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ് പ്രചരണത്തിൽ സജീവമാണ്. എന്നോട് ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചപ്പോഴും പറഞ്ഞത് നിങ്ങൾ പ്രചരണവുമായി മുന്നോട്ട് പോകുക എന്നാണ് പറഞ്ഞത്. ഇതുവരെ എന്നോട് ഒരു കാര്യവും പാർട്ടി ഔദ്യോഗികമായിട്ട് ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്നോട് പാർട്ടി എന്താണോ പറയുന്നത് അത് ഞാൻ അനുസരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ രൂപപ്പെട്ട മുസ്ലിം ലീഗ് വിരുദ്ധ നിലപാടാണ് മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ SDPI പ്രേരിപ്പിക്കുന്നത്. എന്നാൽ BJPയുടെ വിജയത്തിന് സഹായിക്കുന്ന നിലപാടെന്ന രീതിയിൽ വ്യാപക വിമർശനം ഉയർന്നോടെ പാർട്ടിയിലുണ്ടായ ഭിന്നത പരസ്യമായിരിക്കുകയാണ്. മീഡിയ 1, കൊച്ചി.